ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മുഖം മൂടി അണിഞ്ഞു നടക്കുന്ന മാന്യൻ്റെ മുഖം മൂടി അണിഞ്ഞു നടക്കുന്ന ഒരാളുടെ, ഇങ്ങനെ ഒരാളൊന്നുമല്ല ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ ഇത് കറക്റ്റ് ഇത് ആരാണെന്നുള്ള പേര് ഞാൻ ഇടയ്ക്കത് നമുക്കത് റിവീൽ ചെയ്യാൻ പറ്റും. മുഴുവൻ കണ്ടാൽ റിവീൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഈ ആൾ ഈ ID ഒരിടക്ക് നമ്മുടെ ലൈവിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹിന്ദിക്കാർ ലൈവിൽ വരുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീനാക്കി. അപ്പോൾ ഹിന്ദിക്കാർ ലൈവിൽ വരുന്നതാണ്, പല ഭാഷയിലുള്ളവർ നമ്മുടെ ലൈവിൽ വരുന്നതാണ്. അപ്പോൾ മലയാളികളിൽ തന്നെ ബാഡ് കമൻറ്റ് പറയുന്നവരുണ്ടല്ലോ, ഹിന്ദിക്കാരിൽ അതുപോലെ ബാഡ് പറയുന്നുണ്ട്. എന്നാലും എല്ലാവരും ഒരേ ഗണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റത്തില്ല അന്ന് ഞാൻ പറഞ്ഞു. അയാൾ പിന്നെ ലൈവിലും വരുന്നില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് യാദൃശ്ചികമായിട്ട് ഒരു 2-3 ദിവസത്തിന് മുന്നേ കണ്ട ഒരു കമൻസാണ്. വളരെ ഒരു വൃത്തികെട്ട ഒരു ചാനൽ അതിൻ്റെ അകത്ത് കൊണ്ടുപോയി കമൻറ്റ് ഇട്ടിരിക്കുന്നതാണ്. 15 കമൻറ്റ്സ് വേറെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ആ ഒരു ലെവലിലുള്ള കമൻറ്റ്സ് വേറെ ഉണ്ട്. അത് ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്നില്ല, അതിൻ്റെ കാര്യമില്ല എനിക്ക്. ആ ചാനലിൽ ഈ വീഡിയോസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അത് ഒറിജിനൽ അല്ല, അത് AI വർക്കാണ് കേട്ടോ. അപ്പോൾ ഒരു AI വർക്കിനോട് പറയുന്ന കമൻസുകളാണ് ഇത്. അപ്പോൾ എല്ലാവരെയും, ഒരു സ്ത്രീയെ ഇയാൾ ഏത് കണ്ണിലൂടെയാണ് കാണുന്നതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവരുടെ കമൻസിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി ഇതൊന്നും ഇയാളല്ല എന്ന് വേണമെങ്കിൽ പറയും, ഫേക്കാണെന്ന് പറയും. ആ അടവ് കയ്യിലിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചാനൽ ആക്ടിവിറ്റി ഉൾപ്പെടെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിരിക്കുന്നത്. ഒറിജിനൽ തന്നെ, ഫേക്കാണ് അവിടെ പോയി തെറി പറഞ്ഞത്, ഇവിടെ പോയി തെറി പറഞ്ഞതെന്നാണ് ഇയാളുടെ സ്ഥിരം ഡയലോഗ്. ഒരു ഫേക്കും അല്ല, ഒറിജിനൽ തന്നെ. പണ്ട് ഒരു ദിവസം എൻ്റെ ലൈവിൽ ഒരു ഫേക്ക് ID വന്നൊരു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഇയാളുടെ ലൈവിൽ ചെന്നപ്പോഴത്തേക്കും ഇയാൾ നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിക്കോളാം, നമ്പർ എഴുതിയെടുത്തോ എന്നും പറഞ്ഞ് എനിക്ക് നമ്പർ തന്നാണ്. അന്ന് ഞാനൊരു തൊഴിൽ വാർത്തയിലാണ് അത് എഴുതിയെടുത്തത് പേര്. ഫോണിൽ പോലും ഞാൻ സേവ് ചെയ്തില്ല, വിളിച്ചുമില്ല. അത് കഴിഞ്ഞ് വേറൊരു ലൈവിൽ ചെന്നപ്പോൾ ചോദിക്കുകയും ചെയ്തു എന്താ വിളിക്കാത്തതെന്ന്. അപ്പം ഞാനൊന്നും മറുപടിയും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് പിന്നെ ചോദിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ പോയി. അപ്പോൾ ഇയാൾ സഹായം ചെയ്യാമെന്നുള്ള ഒരു ഇതിൽ നമ്മളെ ഫോൺ നമ്പരൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം ഇയാൾ നമ്മളെ ഒരു സ്ത്രീയെ കാണുന്ന ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഉറപ്പായിട്ടും അയാൾ പതിയെ നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ഇയാളുമായിട്ട് ഇടപെടുന്നവർ വളരെയധികം ശ്രദ്ധിച്ച് ഇടപെടുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഇട്ടത്. ഈ നമ്പർ നിങ്ങൾ ദയവ് ചെയ്ത് ആർക്കും കൊടുക്കാതിരിക്കുക. ആർക്കാണെങ്കിലും ഒരുപാട് മുഖം മൂടി അണിഞ്ഞവരുണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾ അറിയത്തില്ല. അതുകൊണ്ട് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു അടവിൽ ചെന്ന് വീഴരുത്. ഇതൊക്കെ വിത്ത് പ്രൂഫ് കിട്ടിയത് കൊണ്ടാണ് പറയുന്നത്. വേറെ അതിനകത്ത് 15 കമൻറ്റ്സ് ആ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കുമ്പോൾ മനസ്സിലാകും. ഇതിപ്പോൾ പറയേണ്ട കാര്യം വന്നതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈവിൽ അന്ന് ഹിന്ദിക്കാർ കയറ്റരുത്, ഹിന്ദിക്കാർ മോശമാണെന്നും പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നം ഉണ്ടാക്കി. അതിനുശേഷം ലൈവിലുണ്ടായിരുന്ന വേറൊരു പെൺകുട്ടിയായിട്ടും ബഹളം വെച്ചു. അങ്ങനെ തല്ലിപ്പിരിഞ്ഞ് പോയതാണ്. അതിന് ശേഷം അതവിടെ തീർന്നെങ്കിൽ ഓക്കെ. ഇത് വേറെ ഏതെങ്കിലും ലൈവിൽ ചെല്ലുമ്പോൾ നമ്മളെ കുത്തിക്കൊണ്ടൊരു സംസാരം, വളരെ മോശമായിട്ട് ചെയ്തു, എന്നെ വളരെ മോശമായിട്ട് ചെയ്തു, അത് ചെയ്തു പറഞ്ഞു, ഇത് പറഞ്ഞെന്നും പറഞ്ഞു ഒരു നാടകം കളി. ആ ഒരു നാടകം കളി കളിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്കിതിപ്പോൾ പറയേണ്ടി വന്നത് കേട്ടോ. ഇപ്പോഴും അത് തീർന്നിട്ടില്ല. ഏതെങ്കിലും ഒരു ലൈവിൽ ചെല്ലുമ്പോൾ നമ്മളെ കൂടെ ഒന്നിച്ച് കമൻറ്റിൽ വരുവാന്നുണ്ടെങ്കിൽ ഉടനെ വിളിക്കുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഈ ഒരു ഡയലോഗാണ്. ഇങ്ങനെയൊക്കെ ദയവ് ചെയ്ത് നിങ്ങൾ ചെന്ന് പണി വാങ്ങി കൂട്ടരുത്. ഇങ്ങനെ 8ൻ്റെ പണിയായിരിക്കും തിരിച്ചു തരുന്നത്. സ്ത്രീകളിലെ ഏത് കണ്ണിലൂടെയാണ് കാണുന്നതെന്ന് മനസ്സിലാക്കണം. ഈ കമൻറ്റ്സ് ഒരു വളരെ ബാഡായിട്ടുള്ളൊരു വീഡിയോയുടെ താഴെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്ന കുറേ 15ഓളം കമൻറ്റ്സ് വേറെ ഉണ്ട്. അതെനിക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഏതൊക്കെ ലെവലായിരിക്കുന്നത് നമുക്കറിയാം. പിന്നെ ഇതിന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനിനി അവിടെ ഇരുന്ന് ആ വൃത്തികേടെല്ലാം കേൾക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഞാൻ ഒന്നും തുനിഞ്ഞിട്ടില്ല. കിട്ടിയ കമൻറ്റ്സ് വെച്ച് എനിക്ക് വൃത്തികെട്ട സ്വഭാവം എന്തായാലും വിത്ത് പ്രൂഫ്, ഫേക്ക് അല്ല ഇങ്ങനെയുള്ള കമൻറ്റ് ഇടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ വിശ്വസിച്ച് വലിയ പൊക്കി വെച്ചിരിക്കുന്നവർ ഇതൊക്കെ കൂടി ഒന്ന് കണ്ടോളൂ കേട്ടോ. ഫേക്കാണ് കമൻറ്റ് ഇട്ടതെന്നും പറഞ്ഞ് ഇങ്ങനെ വരണ്ട. അതുകൊണ്ട് ആക്ടിവിറ്റിയാണ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ആക്ടിവിറ്റി ഉൾപ്പെടെ സ്ക്രീൻഷോട്ട് എടുത്തത് നിങ്ങൾ ഫേക്കാണെന്ന് പറഞ്ഞ് ഇതെൻ്റെ തലയിലോട്ട് കയറി വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്കറിയാം. എന്നിട്ടൊരു ആത്മഹത്യ ഭീഷണിയുണ്ട്. സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. തെറ്റ് ചെയ്തിട്ടില്ലാത്തവർ പേടിക്കേണ്ട ഒരു കാര്യമില്ല. തെറ്റ് ചെയ്തിട്ടുള്ളവരാണ് പേടിക്കേണ്ടതായിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടവരെ സഹായ വാഗ്ദാനങ്ങൾ നൽകി നിങ്ങൾക്ക് ഫോൺ നമ്പർ തരുമ്പോൾ അതിലേക്ക് വിളിക്കരുത്. അത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഓരോരുത്തരുടെ മുഖം മൂടിയൊക്കെ വലിച്ച് കീറി ഒരു ദിവസം പുറത്ത് വരും.
അപ്പോഴത്തേക്കും നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ട് പല നഷ്ടങ്ങളും നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവരുടെയൊക്കെ സ്വഭാവം വെച്ച് പലതരത്തിലുള്ള നമ്മുടെ കയ്യിൽ നിന്ന് പലതരത്തിലുള്ള രഹസ്യങ്ങളൊക്കെ സീക്രട്ടായിട്ടുള്ള നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചോർത്തിയെടുക്കുകയും നമ്മളെ തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യാൻ്റെ സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ഫോൺ നമ്പർ കൊടുക്കൽ ദയവ് ചെയ്ത് അവസാനിപ്പിക്കുക. എത്രയോ പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിനോട്. അനുഭവത്തിൽ വരുമ്പോഴേ ഇതിൻ്റെ സീരിയസ്നെസ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുവരെ നമ്മൾ പറയുന്നതൊക്കെ ഒരു തമാശയായിട്ട് തോന്നാം. പിന്നെ ഈ കമൻ്റ് ഇട്ട ആളോട് ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഇത് ഫേക്ക് ഐ ഡിയാണ് ഇട്ടതെന്നുള്ള അടവൊന്നും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ഏതെങ്കിലും ലൈവിൽ വെച്ച് ഇനി എന്നെ ചൊറിയാനും നിൽക്കണ്ട. അത്രേ ഞാൻ പറയുന്നുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.